എല്ലാവർക്കും നമസ്കാരം. സുഹൃത്തുക്കളെ, ഞാനിപ്പോൾ നിൽക്കുന്നത് ബേബിച്ചേട്ടൻ്റെ വീട്ടിലാണ്, അടിമാലിയിലാണ്. നല്ലൊരു കൃഷിക്കാരനാണ്. അതിനുപരി ഈ 2024 ഗവർണറുടെ അവാർഡ് കിട്ടിയ ചേട്ടനാണ്. നമുക്ക് ചേട്ടൻ്റെ വാർത്തകളിലേക്ക് പോകാം. കൺഗ്രാജുലേഷൻ ചേട്ടാ, ഒത്തിരി സന്തോഷം. ചേട്ടാ, ഈ അവാർഡുമായിട്ടുള്ള ബന്ധപ്പെട്ട കാര്യങ്ങളെ ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ ഒന്ന് പറയുമോ? അവാർഡ് കിട്ടിയത് ജൂലൈ 9-ാം തീയതിയാണ് എനിക്ക് കിട്ടിയത്. 9-ാം തീയതി 11 മണിക്കാണ് എനിക്ക് അവാർഡ് കിട്ടിയത്. ബഹുമാനപ്പെട്ട ഗവർണറാണ് തന്നത്. തിരുവനന്തപുരത്ത് വെച്ചാണ് എനിക്ക് തന്നത്. കിഴങ്ങ് വിള കേന്ദ്രത്തിൽ വെച്ചാണ് എനിക്ക് ഈ അവാർഡ് ലഭിക്കുകയുണ്ടായത്. ഇവിടുന്ന് ഞങ്ങൾ തലേദിവസം പോവുകയും ഇവിടുന്ന് തന്നെ അവർ സാർമാരെന്നെ കൊണ്ടുപോവുകയാണ് ചെയ്തത്. അവരിവിടുന്ന് അവാർഡ് മേടിച്ച് എന്നെ തിരിച്ച് ഇവിടെ കൊണ്ടുവന്ന് എത്തിച്ചു. ഇന്ത്യയിൽ നിന്ന് എത്ര പേരുണ്ടായിരുന്നു? ഇന്ത്യയിൽ നിന്ന് 4 പേരുണ്ടായിരുന്നു. കേരളത്തിൽ നിന്ന് ഞാൻ മാത്രം ഉണ്ടായിരുന്നു. ചേട്ടൻ മാത്രം ഉണ്ടായിരുന്നുള്ളൂ. ഒത്തിരി സന്തോഷിക്കേണ്ട നിമിഷങ്ങളായിരുന്നല്ലേ അത്? അതെ. ഈ 37 വർഷം കൃഷി ചെയ്തിട്ട് ഏറ്റവും കൂടുതൽ ഒരു ബഹുമാനം കിട്ടിയതിൽ അതിയേറെ സന്തോഷമുണ്ട്. അതിനിടയ്ക്ക് വലിയൊരു ദുഃഖങ്ങളും പങ്കുവയ്ക്കാനുണ്ട്. ദുഃഖത്തിന് കാരണം എന്താ? ദുഃഖത്തിന് കാരണം എന്ന് വെച്ചാൽ ഇതൊക്കെ ഒരു ദേശീയ തലത്തിലൊരു അവാർഡ് ഇട്ടിട്ട് എന്നെ ഒരാൾ വിളിക്കുകയോ ക്ഷണിക്കുകയോ ഒരു ഗവൺമെൻറ് തലത്തിൽ നിന്ന് ആരും വിളിക്കുകയോ അന്വേഷിച്ച് വരികയോ MP യോ MLA യോ അല്ലെങ്കിൽ മന്ത്രി വരെ ഈ ഇടുക്കിയിലേക്ക് ഉണ്ട്. നമ്മളെ ഒരു അഭിമാനപരമായിട്ടൊന്ന് ഇത് പറയാൻ അവർ സാധിച്ചില്ല. അവർ വന്നില്ല, വിളിച്ചില്ല. ചാനലിൽ നിന്ന് ആരെങ്കിലും റിപ്പോർട്ട് ചെയ്തായിരുന്നോ? ചാനലിൽ നിന്ന് ഇവർ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ദൂരദർശൻ വന്നു. ഇന്നലെ ദൈവളം FM ഇന്നലെ അവരൊന്ന് വിളിക്കുകയുണ്ടായി. അവർ കുറേ ഇൻ്റർവ്യൂ ഒക്കെ ചെയ്തിട്ട് പോയി ഇന്നലെ. ഈ അവാർഡുമായിട്ട് സംബന്ധിച്ച് ഇൻ്റർവ്യൂ കാര്യങ്ങൾ നടന്നോ? ഇതുവരെ ഒന്നും നടന്നിട്ടില്ല. ആദ്യമായിട്ടല്ലേ? ആദ്യമായിട്ടാണ്. കേരളത്തിലെ ഏറ്റവും നല്ലൊരു കർഷകനാണ്, മികച്ചൊരു കർഷകനാണ്. കാരണം കപ്പയിലല്ലേ ചേട്ടാ, കപ്പ ഇനത്തിലാണല്ലേ ചേട്ടാ അവാർഡ് കിട്ടിയത്? അതെ. ചേട്ടാ, ഈ എത്ര ഏക്കർ കപ്പയുണ്ട് ചേട്ടനാ? 6 ഏക്കറോളം കൃഷി ചെയ്തിട്ടുണ്ട്. 6 ഏക്കറോളം നമ്മൾ കപ്പ ചെയ്യാനായിട്ട് എടുത്തിട്ടുണ്ട്. ഈ കപ്പ കൃഷിയിലേക്ക് വരാൻ എന്താ കാരണം? കപ്പ കൃഷിയിലേക്ക് എനിക്ക് നേരത്തെ വാഴ, ഇഞ്ചി, പാവലായിരുന്നു എൻ്റെ മെയിൻ കൃഷി. അത് കഴിയുമ്പോൾ അത് വാഴ കേടായി തുടങ്ങിയപ്പോഴാണ് ഈ കപ്പ കൃഷിയിലേക്ക് മാറിയത്. അതിപ്പോൾ കപ്പ കൃഷി തുടങ്ങിയിട്ട് 22 വർഷത്തോളമായി. എത്ര മൂട് കപ്പയുണ്ട്? 20,000 മുകളിലുണ്ടാവണമെന്നാണ് എൻ്റെ ഒരു കണക്കൂട്ട്. വിളവ് കാര്യങ്ങൾ എങ്ങനെയാട്ടാ? വിളവ് കാര്യങ്ങൾ നമ്മൾ വാരം മാടി നമ്മൾ നടുവാണെങ്കിൽ ഒരു 6 കിലോ വരെ തൂക്കം കിട്ടും ആവറേജ്. നമ്മൾ നേരത്തെ ആളുകൾ അന്നേരം ഇഷ്ടംപോലെ പണിക്കാരുണ്ടായിരുന്നു. വാരം മാടിയും കൂന കൂട്ടി നടാൻ പണിക്കാരുണ്ടാകുന്ന അന്നേരം പണിക്കാരെ കൂട്ടി പണിയിപ്പിക്കുമായിരുന്നു. ഇപ്പോൾ നമ്മൾ കിറ്റാച്ചി വെച്ചാണ് പണിയിപ്പിക്കുന്നത്. കിറ്റാച്ചിക്കല്ലേ? കിറ്റാച്ചിക്കാണ് ഈ പറമ്പ് മൊത്തം കളിച്ചെടുക്കുന്നത് ചെറിയ വണ്ടിക്ക്. എന്നിട്ട് പിന്നെ ബാക്കി മാടുന്ന കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്? മാടുന്നപ്പോൾ വണ്ടിക്ക് നമ്മൾ മാടി തരും. അവർ നമ്മൾ നട്ട് കഴിഞ്ഞിട്ട് പിന്നെ മണ്ണ് വളമിട്ട് മണ്ണ് കൂട്ടി കൊടുക്കും. ഈ അവാർഡ് എത്ര നാൾ കൂടുമ്പോൾ, എത്ര വർഷം കൂടുമ്പോഴാണ് ചേട്ടാ കിട്ടുന്നത്? അതിപ്പോൾ അങ്ങനെ സ്ഥിരം കൊടുക്കണ അവാർഡല്ല. ഇത് അവരുടെ 61-ാം വാർഷികം എന്ന് വെച്ചാൽ ഇത് രൂപീകരിച്ചിട്ട് 61-ാം വാർഷികം ആയതുകൊണ്ടാണ് ഇങ്ങനെ തന്നത്. 4 കൃഷിക്കാരെ കിട്ടിയേക്കണം ഇന്ത്യയിൽ. അതിൽ കേരളത്തിൽ നിന്ന് എന്നെയാണ് ക്ഷണിച്ചത്. വേറെ ഏതൊക്കെ സ്റ്റേറ്റിൽ നിന്നുണ്ടായിരുന്നു? വേറെ ഒഡീസ, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ് അല്ലേ? അവരൊക്കെ ഏതൊക്കെ ഇനത്തിലാണ്, ഏതൊക്കെ വിഭാഗത്തിലായിരുന്നു? മറ്റുള്ള കിഴങ്ങ് എന്ന് വെച്ചാൽ ഒരാൾ നനകിഴങ്ങെന്നൊരു സംഭവമായിരുന്നു. ഒരാൾ ഈ ചേന അങ്ങനെയുള്ള കൂട്ടുകൃഷി സംവിധാനം. നനകിഴങ്ങെന്ന് പറയുന്നത് എന്താ ചേട്ടാ ഉദ്ദേശിക്കുന്നത്? നമ്മുടെ നാട്ടിൽ ചെറുകിഴങ്ങെന്ന് പറയും. ചെറുകിഴങ്ങ്. അത് പുള്ളി ഒരു റിട്ടയർഡായ സാറായിരുന്നു. പുള്ളി ഒരു 1.5 ഏക്കറോളം ചെയ്യുന്നുണ്ടായിരുന്നു. അതിനാണ് പുള്ളിക്ക് അവാർഡ് ലഭിക്കേണ്ടത്. ബാക്കിയുള്ളവരൊക്കെയോ? ബാക്കിയുള്ളവർ ചേന, ചേമ്പ് അങ്ങനെയുള്ള പല നനകിഴങ്ങായിട്ടുള്ള രീതിയിലുള്ളതായിട്ടാണ് മണ്ണിൻ്റെ അടിയിൽ. അതെല്ലേ? മണ്ണിൻ്റെ കൃഷിയിലേക്കാണ് ഞങ്ങൾക്ക് 4 പേർക്കും ഇത് കിട്ടിയത്. അതെല്ലേ? ഈ ഉരുളൻകിഴങ്ങൊക്കെ അതിൻ്റെ അകത്ത് പെടുന്നതാണോ? അതെ. ഉരുളൻകിഴങ്ങുണ്ട്. തമിഴ്നാട്ടിൽ നിന്നുള്ള ഒരാളുണ്ടായിരുന്നു. ആ പുള്ളിക്ക് എല്ലാ കൃഷിയുണ്ട്. അന്നത്തെ ദിവസം ചേട്ടൻ തന്നെയാണോ പോയത്, അല്ലെങ്കിൽ കുടുംബസമേതാണോ പോയത്? അല്ല, കുടുംബത്തിൽ നിന്ന് അവരെ കൊണ്ടുപോകരുത്. ഗ്രൗണ്ടറൊക്കെ തന്നെ പ്രോട്ടോക്കോളൊക്കെ അനുസരിച്ച് പോകണമെന്ന് പറഞ്ഞാൽ തലേദിവസം അവിടെ ഹാജരായോ? തലേദിവസം അവിടെ ഹാജരായി. നമുക്കവിടെ കിടക്കാനുള്ള എല്ലാ സംവിധാനവും അവർ ഒരുക്കി തന്നു. ഭക്ഷണം എല്ലാ സംവിധാനവും ഒരുക്കി തന്നു. അവിടെ ചെന്നപ്പോൾ അവരുടെ പ്രതികരണം ഭയങ്കര സ്വീകരണമായിരുന്നു. ഈ ലോകത്ത് ഏറ്റവും കൂട്ടാൻ വലിയ സ്വീകരണമായി പോയി. എനിക്ക് നല്ലപോലെ സ്വീകരിച്ച് അവരെല്ലാവരും വന്ന് ഭയങ്കര രീതിയിൽ ബന്ധപ്പെട്ടാണ് കൊണ്ടുപോയി. പിറ്റേ ദിവസങ്ങളിലും അവർ ഓഫീസിലേക്ക് ക്ഷണിച്ച് എന്നെ കൊണ്ടുപോയി അവരെ ഒപ്പരുത്തി അവിടുത്തെ വലിയ ഹെഡ് സാറിൻ്റെ അടുത്ത്, അതായത് വൈജു സാറിൻ്റെ അടുത്ത് ഇരുത്തി എന്നെ ഫോട്ടോ അവരെ എല്ലാം വിളിച്ച് ഫോട്ടോ എടുപ്പിക്കുകയും ചേർത്തിരുത്തി ഫോട്ടോ എടുക്കുകയൊക്കെ ചെയ്തു. അതുപോലെ ബഹുമാനപ്പെട്ട ഗവർണറാളും എന്നെ ചേർത്ത് പിടിച്ചിട്ടാണ് ഇത് തന്നത്. വളരെയേറെ സന്തോഷമായിരുന്നു എനിക്ക്. ഇതിൽ ആരൊക്കെയായിരുന്നു പങ്കെടുത്ത ഈ ചടങ്ങിൽ?
ചടങ്ങിൽ ബഹുമാനപ്പെട്ട ഗവർണർ, അവിടുത്തെ ഇതിൻ്റെ ഹെഡ് ബൈജു സാറ്, പിന്നെ മഞ്ജു മേഡം എന്നുള്ള മേഡം, പിന്നെ മാരിമുത്തു എന്ന് പറഞ്ഞ ഒരു ഇതിൻ്റെ സാറ്, പിന്നെ മറ്റുള്ളവരുടെ പേരൊന്നും നമ്മൾ ഓർക്കണില്ല. മുഖ്യമന്ത്രിക്ക് ഇങ്ങോട്ട് ക്ഷണനം ഇല്ലായിരുന്നോ? മന്ത്രിമാരാരും വന്നില്ലായിരുന്നു. ആരും ഇല്ലായിരുന്നു. ചേട്ടാ, വന്നപ്പോൾ നമ്മുടെ നാട്ടിൽ നിന്നുള്ള സപ്പോർട്ട് കാര്യങ്ങൾ എങ്ങനെയായിരുന്നു? പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ വില്ലേജ് ഓഫീസറുടെ ഭാഗത്തുനിന്നൊക്കെ? പഞ്ചായത്തിൽ നിന്നോ വില്ലേജ് ഓഫീസിൽ നിന്നോ ഒറ്റൊരു സ്ഥലത്തുനിന്ന് ഒരു ഇതുണ്ടായില്ല. നമുക്ക് നാട്ടുകാർക്ക് നല്ല സന്തോഷമായിരുന്നു, കൂട്ടുകാരന്മാർക്കും ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ നമ്മുടെ പള്ളിയിൽ നിന്ന് അവർ എന്നെ നല്ല രീതിയിൽ കഴിഞ്ഞ ഞായറാഴ്ച ആചരിച്ചു. ഈ ഇടവകപ്പള്ളി ഏതാ? ഇടവകപ്പള്ളി മച്ചിപ്ലാവാണ്. മച്ചിപ്ലാവ് പള്ളിയാണല്ലേ? അപ്പോൾ അവിടുന്ന് നല്ല സ്വീകരണം കാര്യങ്ങൾ, പള്ളിയിൽ നിന്ന് അനുമോദനമൊക്കെ ഉണ്ടായിരുന്നു? നല്ല അനുമോദനം, നല്ല സ്വീകരണം ഇത് അവർ മോഹൻ്റെ വന്നു, പൊന്നാട ഇട്ടു, സ്വീകരിച്ചു. ഭയങ്കര സന്തോഷമായിട്ട് അവരെല്ലാവരും ഇടവക്കാരെല്ലാം ചേർന്ന് നിന്ന്. പിന്നെ എനിക്കൊരു അയൽക്കൂട്ടമുണ്ട്, ഞങ്ങളൊരു 17 പേര് കൂടി. അയൽക്കൂട്ടിൽ നിന്ന് നമ്മളെ നല്ല രീതിയിൽ നമ്മളെ അവർ മോഹൻ്റെ വന്നു, നല്ല രീതിയിൽ അവർ സഹകരിച്ചു. അവരെല്ലാം സന്തോഷമായിട്ട് കെട്ടിപ്പിടിച്ച് എനിക്കതെല്ലാം തരാൻ സാധിച്ചു. ഇവിടെ ഈ വീട് വെച്ച് താമസം തുടങ്ങിയിട്ട് എത്ര കാലമായി? ഇവിടെ ഞാൻ പോന്നിട്ട് ഇപ്പോൾ 6 വർഷം കഴിഞ്ഞുള്ളൂ. ചേട്ടൻ്റെ ബാക്കി കൃഷി കാര്യങ്ങളിലേക്കൊക്കെ കാരണവന്മാരായിട്ട് തുടങ്ങി വെച്ചതാണോ? കാരണവന്മാരായിട്ട് കൃഷി ഉണ്ടായിരുന്നു. പിന്നെ പിന്നീട് ഭാര്യ സഹായിക്കായിരുന്നു. ഇപ്പോൾ കാല് സുഖമില്ലാത്തതുകൊണ്ട് പുള്ളിക്കാരത്തി ഒരു 3-4 കൊല്ലമായിട്ട് വരുന്നില്ല. കൃഷി കാര്യങ്ങൾ ഇനി കണ്ടിന്യൂ ചെയ്യാനായിട്ടാണ് ആഗ്രഹം? തീർച്ചയായിട്ടും. എത്രയേരം കപ്പ നട്ടിട്ടുണ്ട് ചേട്ടന്? ഞാൻ പലയിനം കപ്പ നട്ടിട്ടുണ്ട്. ഇപ്പം ഈ 2 ഇനം ഉള്ളൂ എൻ്റെ അടുത്ത്. ഏതൊക്കെയാണോ? രാമൻ കപ്പയുണ്ട്, ഈ ശ്രീ പവിത്ര എന്ന് പറയുന്നത്, ഇവിടെ പച്ചത്തണ്ടർ എന്ന് പറയുന്നത്. എത്ര ഏക്കറാണ് ഇതിൻ്റെ അതൊക്കെ ഈ അവാർഡിലേക്ക് ചേട്ടൻ കാണിച്ചത്? നമ്മൾ ഏക്കറൊന്നും കാണിക്കേണ്ടി വന്നില്ല. അവരെല്ലാം ഇത് വന്ന് എന്നെ 2.5 വർഷമായിട്ട് അവരിങ്ങനെ എൻ്റെ പറമ്പിലേക്കൂടെ ഞാൻ ചെയ്യണ കൃഷിയിലൂടെ ഇവിടെ വന്ന് ഗവേഷണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ചേട്ടനെ സെർച്ച് ചെയ്യുന്നുണ്ടായിരുന്നു ഓട്ടോമാറ്റിക്, നമ്മൾ പോലും അറിയാതെ. എത്ര ഏക്കർ നട്ടക്കണെന്ന് അവരോട് പറയേണ്ടതായിട്ട് വന്നില്ല. ഇത് ആരാ ഇതിനെ ശുപാർശ കാര്യങ്ങളൊക്കെ ചെയ്തത്? ശുപാർശ മഞ്ജു എന്ന് പറഞ്ഞ മേഡമാണ്. മഞ്ജു മാഡത്തിന് ഒരു സ്പെഷ്യൽ കൺഗ്രാജുലേഷൻ കേട്ടോ. വളരെ എന്തോരം നന്ദി പറഞ്ഞാലും. മാഡം ഇത് കേൾക്കുന്നുണ്ടെങ്കിൽ മാഡത്തോടായിട്ട് പറയുക, മാഡത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ്. അതിനുപരി ഇങ്ങനെ ഒരു നല്ലൊരു കർഷകനെ കേരളത്തിൽ, അതൊക്കെ ലോകത്തിനായിട്ട് കാണിച്ചു കൊടുക്കുന്ന മഞ്ജു മാഡത്തിന് ഒരു സ്പെഷ്യൽ താങ്ക്സ് ഒരിക്കൽ കൂടി അറിയിക്കുവാണ്. മാഡം വിളിച്ചിരുന്നോ ഇത് കഴിഞ്ഞിട്ട്? ഇന്നും വിളിച്ചായിരുന്നു, 3-4 പ്രാവശ്യം വിളിച്ചു. അതെല്ലേ? കാരണം ഇങ്ങനെയുള്ള ഒരു കർഷകരെ സപ്പോർട്ട് ചെയ്യാൻ കാണിക്കുന്ന ഒരു മനസ്സ്, അതൊരു വലിയ മനസ്സാണ് മാഡം. പിന്നെ മഞ്ജുവേട്ടത്തിന് അവർ മഞ്ജുമേടവും മറ്റേ മാരിമുത്തു സാറുമാണ് എന്നെ കൊണ്ടുപോയത്. വിളിച്ചു കൊണ്ടുപോയി നമ്മളൊരു കൊച്ചിനെ കൊണ്ടുപോയി ഞാൻ ഒരു ചായ മേടിച്ചാലും അവർ പൈസ കൊടുക്കാൻ സമ്മതിക്കില്ലായിരുന്നു. അങ്ങനെ അവർ കൊണ്ടുപോയി നമ്മൾ തിരിച്ചു വിട്ടു. അതൊന്നും ജീവിതത്തിൽ മറക്കാൻ പറ്റും. അവർ ഫുൾ സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഫുൾ സപ്പോർട്ടൊന്നും ഭയങ്കര സപ്പോർട്ട്. എന്താ അതിന് പറയാമെന്ന് എനിക്ക് വാക്കുകൾ കിട്ടുന്നത്. നമ്മളൊരു കുടുംബത്തിലെ ആളെ പോലെ തന്നെ ഉൾക്കൊണ്ടു. കുടുംബത്തിനേക്കാളും കൂടുതലിട്ട് ചേർത്ത് നിർത്തുന്നു വേണമെങ്കിൽ പറയാം. അതുപോലെ എന്നെ കൊണ്ടുപോയി ആ ഒരു പ്രതീക്ഷ നമ്മുടെ നാട്ടിലേക്ക് വന്നപ്പോൾ നമ്മുടെ അതായത് പഞ്ചായത്തിൽ നിന്നും അതുപോലെ തന്നെ ഗവൺമെന്റ് തലങ്ങളിൽ നിന്നൊന്നും കിട്ടിയില്ല. ഗവൺമെന്റ് തലങ്ങളിൽ കിട്ടിയില്ല. കൂട്ടുകാരന്മാരിൽ നിന്ന് ഭയങ്കര സപ്പോർട്ടായിരുന്നു. കാരണം ഞാനൊരു ഇന്ന് ഉച്ചയായപ്പോൾ വന്നതാണ് ഈ ചേട്ടൻ്റെ കൃഷി സ്ഥലങ്ങളെല്ലാം, ഈ കാണുന്ന കൃഷി സ്ഥലങ്ങളെല്ലാം ഞാൻ ചേട്ടൻ്റെ കൂടെ നടന്ന് പിടിച്ച വീഡിയോസ് കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ മൊത്തം 6 ഏക്കർ സ്ഥലം നമ്മളിന്ന് ചുറ്റിക്കറങ്ങി അല്ലേടാ? 6.5 ഏക്കർ സ്ഥലങ്ങൾ ചുറ്റിക്കാണ്. വേറെ കുറച്ച് സ്ഥലത്തോടെ കപ്പ കൃഷി നമ്മൾ തുടർന്ന് പോകാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടല്ലേ? അത് എത്ര ഏക്കർ സ്ഥലം? അതിപ്പോൾ 5-4 ഏക്കറോളം എടുത്തിട്ടിട്ടുണ്ട്. പക്ഷേ അത് മൊത്തത്തിൽ എങ്ങനെയൊക്കെ ചെയ്യണമെന്ന് തീരുമാനിച്ചില്ല. കാരണം കൃഷി അഴുകയിലായതുകൊണ്ട് മറ്റുള്ള കൃഷിയോട് കൂടി ചെയ്യണമെന്നുള്ള മനസ്സ് ഇരിക്കുന്നത്. ഇത് വേറെ കൂട്ടുകൃഷി, കപ്പയുടെ കൂടെ വേറെ പയറോ അങ്ങനെ എന്തെങ്കിലും കൃഷികൾ? പയർ നടാറുണ്ടായിരുന്നു, ഈ തവണ നട്ടായിരുന്നു. പറക്കേണ്ടതായിട്ട് വന്നില്ല. ഒരു തവണ ഇച്ചിരി പറിക്കാൻ പറ്റുള്ളൂ. അതെന്താ? കാലാവസ്ഥ വ്യതിയാനാണോ? മൂഞ്ഞാന്ന് പറഞ്ഞ സംഭവം വായിച്ചാൽ പോയി. മൂഞ്ഞല്ലേ? അതിന് വേറെ മരുന്ന് കാര്യങ്ങൾ നോക്കിയില്ല? മരുന്ന് കാര്യങ്ങളൊന്നും അടിച്ചിട്ട് നിന്നില്ല, പെട്ടെന്ന് പോയി. അതായത് അപ്പത്തേക്ക് ചൂട് തുടങ്ങി നേരത്തോട്ട്. ഈ കാലാവസ്ഥയുടെ മാറ്റം ഉണ്ടായിരുന്നു. ഈ കപ്പ എങ്ങനെയാ വിപണനം ചെയ്യുന്നത്? കപ്പ നമ്മളിവിടെ നട്ട് കഴിഞ്ഞ് കഴിയുമ്പോൾ അവർ കച്ചവടക്കാർ വന്ന് കൊണ്ടുപോകും. 11 തൂക്കം കൊടുക്കണം. 11 കിലോ? 11 കിലോ അതായത് 10 കിലോ എടുത്ത് കഴിയുമ്പോഴത്തേനും 1 കിലോയുടെ എക്സ്ട്രാ കൊടുക്കണം. 10 കിലോയുടെ അവർ കൂട്ടുള്ളൂ. 10 കൂട്ടുള്ളൂ. അപ്പൊ നമ്മുടെ നാട്ടിൽ തന്നെ ഇത് ചെലവായി പോകുന്നുണ്ടോ? ആവശ്യക്കാരുണ്ടോ? ഇത്ര നാളെ ചെലവായി പോകുന്നുണ്ടായിരുന്നു. ഇപ്പൊ കപ്പ കണ്ടവാനം ഉള്ളതുകൊണ്ട് ഇപ്പൊ പറിച്ചോടത്ത് പല സ്ഥലത്തും ഞാൻ കാണിച്ചു തന്നില്ലേ? ആ കാര്യം ഒന്ന് പറഞ്ഞേട്ടാ. 2 വെട്ടി ഇങ്ങനെ ഇട്ടേക്കുവാണ്. പകുതിയോളം 2 സ്ഥലത്ത് ഇങ്ങനെ പകുതിയോളം പറിച്ചങ്ങനെ ഒഴിവാക്കി നിർത്തേക്കണം. ചേട്ടൻ പറയുന്ന കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കൃഷിക്കാർ അതായത് കപ്പ എടുക്കാനായിട്ട് ആൾക്കാർ വരും, കപ്പ അവർ പറിച്ചുകൊണ്ട് പൊക്കോളാന്ന് പറയും. മുൻകൂറായിട്ട് തന്നെ അവർ തണ്ട് വെട്ടും. ഒരു കപ്പയിൽ 2 തണ്ടെങ്കിലും കാണുക. തണ്ട് വെട്ടിയിടും. തണ്ട് വെട്ടിയിട്ട് അവർ പറിക്കുകയല്ല അല്ലേ? തണ്ട് അവിടെ നിൽക്കും. കുറ്റിത്തണ്ട് അവിടെ നിൽക്കും. അത് മുളച്ച് നിൽക്കുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ അവരെ വിളിച്ചപ്പോൾ എന്താ ചേട്ടാ പറഞ്ഞേ?
അവർ വിളിച്ചപ്പോൾ ഇപ്പോൾ വിളിച്ചിട്ട് ഫോൺ പോലും ഈ എടുക്കണില്ല. കപ്പ തണ്ട് വെട്ടിക്കഴിഞ്ഞാൽ ഇളതായി പോകും അല്ലേ? ഇളതായി പോകും. ഇനി വീണ്ടും അത് പിന്നെ ഇല മുറുകണം. റെഡി ആയിട്ട് വന്ന് 20 ദിവസം കഴിയണം. 20 ദിവസം കഴിയണം. 20 ദിവസം കഴിയുമ്പോൾ പഴയ രീതിയിലേക്ക് തന്നെ വരും. അതെ അല്ലേ? കപ്പയ്ക്ക് വേറെ ബൈ പ്രൊഡക്റ്റ് അങ്ങനെ വല്ലതും ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശമുണ്ടോ? അതിനൊന്നും നമുക്ക് ഉദ്ദേശമില്ല എന്ന് പറഞ്ഞാൽ ഞാൻ അതിനുള്ള പണിക്കാർ അതൊക്കെ കണ്ടെത്തണം. പിന്നെ അതിനുള്ള പ്രോഡക്റ്റിനുള്ള മറ്റുള്ള സംഭവം എല്ലാം ഉണ്ടാക്കണ്ടേ. ഈ മറ്റേ ഇതൊക്കെ ഉണ്ടാക്കാനായിട്ട് നമുക്ക് അവർ സഹായമൊക്കെ ചെയ്യാന്ന് പറഞ്ഞു. അങ്ങനെ സപ്പോർട്ട് ഭാഗങ്ങൾ ചേട്ടന് കിട്ടിക്കഴിഞ്ഞാൽ, അതായത് ഗവൺമെന്റ് തലങ്ങളിൽ നിന്ന് ബൈ പ്രൊഡക്റ്റ്, അതായത് ചിപ്സ് അങ്ങനെയുള്ള ഐറ്റംസ് പല ഐറ്റം ഉണ്ടാക്കാമല്ലോ. അങ്ങനെ ഉണ്ടാക്കാനായിട്ട് സപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ചേട്ടൻ അത് കണ്ടിന്യൂ ചെയ്യാൻ താല്പര്യമുണ്ടോ? തുടരാനായിട്ട് താല്പര്യമുണ്ടോ? എന്നെ കൊണ്ടുപോയി കാണിച്ചു തന്നിട്ടുണ്ട്. അവർ ചെയ്യണമെന്ന് അവർ നിർബന്ധമായിട്ട് പറയുന്നുണ്ട്. അവരെല്ലാം 90% ഒരു സബ്സിഡി മേടിച്ച് തരാമെന്ന് പറയേണ്ട മറ്റുള്ള സാധനങ്ങൾ മേടിക്കാനും മറ്റുള്ള സാധനങ്ങൾക്കൊക്കെ. പക്ഷേ എന്നാലും അതിനോട് നമുക്കത് അത്ര 100% എനിക്ക് അവിടെ ഒക്കണമെന്നില്ല. അങ്ങനെയുള്ള കാര്യങ്ങളിൽ സപ്പോർട്ട് ചെയ്യാന്ന് പറഞ്ഞ ഈ മഞ്ജുമാടമാണോ? മഞ്ജുമാടത്തിന്റെ കൂടെ അവിടെ ചെന്നപ്പോൾ അവിടെയുള്ള സാർമാരെല്ലാം, കെവിക്കയിലുള്ള സാർമാർ, കെവിക്കല്ല തിരുവനന്തപുരത്തുള്ള സാർമാരെല്ലാം എന്നെ സപ്പോർട്ട് ചെയ്തായിരുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമുക്ക് വിളിച്ചാൽ മതി, എന്ത് ആവശ്യത്തിനും വരാം, തോമസ് ചേട്ടാ എന്ത് കാര്യത്തിനും വരാം എന്നൊക്കെ അവർ പറയുകയും, പിന്നെ നമ്മളതിനോട് ജോയിപ്പ് ഇല്ലാത്തതെന്ന് കഴിഞ്ഞാൽ ഈ ഇത്രയും പ്രായം ആയതുകൊണ്ട് നമ്മൾ എത്ര വയസ്സുണ്ട്? 53 വയസ്സ്. 53 വയസ്സല്ലേ? വയസ്സില്ല എങ്കിലും അതിന്റെ പുറകെ നടക്കുമ്പോൾ ഇതിനകത്ത് ഒത്തിരി കാര്യങ്ങളുണ്ട്. ചേട്ടന് വിശ്രമമില്ലാത്ത പണികളാണ് അല്ലേ? ഇത്ര സ്ഥലമോടെ എടുത്ത് കഴിയുമ്പോൾ അതിന്റെ കൂടെ പറ്റാത്ത പണിക്കാരും കുറവാണ്. ഇപ്പം മൊത്തത്തിൽ എത്ര മണിക്കൂർ വേണ്ടി വന്നു ഈ 6.5 ഏക്കർ സ്ഥലം കിളയ്ക്കാനായിട്ട് JCBക്ക്? ഒരു ഏക്കർ സ്ഥലത്തിന് പാടായിട്ട് കിടക്കുവാണെങ്കിൽ നമ്മളൊരു 3 ദിവസം കൊണ്ട് തീരും. 3 ദിവസം കൊണ്ട് കിളച്ചു. ഒരു എത്തിച്ചെന്നും എനിക്ക് അപ്പന് ചെറുപ്പം മുതൽ അപ്പൻ്റെ കൂടെ ചേട്ടൻ കൃഷിക്ക് അല്ല, അപ്പനോട് എല്ലാ കാര്യത്തിനും അപ്പൻ എന്നെ ഓരോ കാര്യങ്ങൾ എന്തൊക്കെയുണ്ടെങ്കിലും വിൽക്കാനും പിടിക്കാനും ഒക്കെ എന്നെ അപ്പനാ സഹായിച്ചുകൊണ്ടിരുന്നത്. അതെ അല്ലേ? സഹായിച്ചുകൊണ്ട് അപ്പനെ ഞാൻ സഹായിച്ചുകൊണ്ട് അപ്പൻ എന്തെങ്കിലും കൊണ്ടായി കൊടുത്താൽ ഞാൻ അതേപടി ആ ബില്ലും പൈസയും കൊടുക്കുമായിരുന്നു. അപ്പൻ്റെ കയ്യിലേക്ക് കൊണ്ട് കൊടുക്കുമായിരുന്നു. എന്നെ ഭയങ്കര വിശ്വാസമായിരുന്നു. അമ്മയ്ക്ക് അമ്മയുണ്ട്, അമ്മയൊക്കെ ആളുകൾ ഇപ്പം നമ്മളോട് അമ്മയും കൃഷിക്ക് ചേട്ടനെ സഹായിക്കാറുണ്ടായിരുന്നോ? അങ്ങനെ സഹായിക്കാൻ പറ്റിയ ഒരു സാഹചര്യം അല്ലായിരുന്നു അന്നത്തെ സാഹചര്യം. നമ്മളൊരു ഒത്തിരി പാവപ്പെട്ട കുടുംബത്തിലാണ് ജനിച്ചത്. പട്ടിണി ഒത്തിരി കിടന്നിട്ടുണ്ട്. അത് പറയുമ്പോൾ ചില ദിവസങ്ങളിൽ ചോറ് വെക്കാൻ അരിയില്ലാത്ത രീതിയിലൊക്കെ കിടക്കേണ്ടതായിട്ട് വന്നിട്ടുണ്ട്. അത് അന്നേരത്തെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അവരെ തെറ്റു പറയാൻ നമുക്ക് പറ്റില്ലല്ലോ. കൂലിപ്പണിക്ക് പോയി അവർ നമ്മളെ വളർത്തിയത്. ഈ കൃഷിക്ക് തൊഴിലാളികളായിട്ട് എത്ര ആൾക്കാരെ നമുക്ക് ഉപയോഗിക്കേണ്ടതായിട്ട് വന്നു? തൊഴിലാളികൾ ഇപ്പം നമ്മൾക്ക് ഇപ്പോൾ ഒരു 2-3 പേരെ പണിക്കാർ. മലയാളികളെ കിട്ടിയിരുന്നോ? മലയാളികളെ അതും ഉള്ള, അല്ലാതെ മറ്റു ബംഗാളികളെ ഇത് നിർത്തിയിട്ടില്ല. മലയാളികളെ തന്നെ വിശ്വസിച്ച് നിർത്താൻ പറ്റുന്നത് മലയാളികൾ തന്നെയാണ്. പിന്നെ ഞാൻ രാവിലെ ഇറങ്ങിയ ഞങ്ങൾ ഒരു 5-6 മണി വരെ ഞാൻ പണി തട്ട. രാവിലെ എപ്പം ചേട്ടൻ കേൾക്കും? ഞാൻ കപ്പ പറിക്കുന്ന സമയമാണ് 2 മണിക്ക് ഞാൻ എഴുന്നേറ്റ് പോകും. നമ്മൾ കപ്പ പറിക്കാൻ കൂടണം, അല്ലെങ്കിൽ നമ്മൾ വേറെ പണിക്കാരനെ കൂടണം. നമ്മൾ പറിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അവർ പറിച്ചുകൊണ്ട് പോയിക്കോളും. നമ്മളൊരു പണിക്ക് ഞാൻ പോകുമ്പോൾ ഒരു പണിക്കാരനും ഉണ്ടാവും, ഞാനും ഉണ്ടാവും. അതെ അല്ലേ? ചിലപ്പോൾ വേറെ ഒരാളോട് കൂടും. അവർ തന്നെ ചുവന്ന സ്ഥലത്തേക്ക് അവർ തന്നെ ചുവന്ന് പറിച്ച് കൊണ്ടുപോയിക്കോളും. അതെ അല്ലേ? അപ്പോൾ ഇതിന്റെ വളപ്രയോഗം എന്ന് പറയാം കേട്ടോ. കപ്പയുടെ വളപ്രയോഗം എന്ന് പറഞ്ഞാൽ രാസവളം ഉപയോഗിക്കാറുണ്ടോ? രാസവളം ഉപയോഗിക്കാറുണ്ട്. രാസവളം നട്ട് നമ്മളൊരു 10-20 ദിവസം കഴിയുമ്പോൾ പൊടി രാസവളം കൊടുക്കും. പിന്നീട് നമ്മൾ കോഴിയോടാണ് അധികം ഉപയോഗിക്കുന്നത്. 2 ഗുണം, ചിലപ്പോൾ 1 ഗുണം ഒഴിക്കും, ചിലപ്പോൾ 2 ഗുണം ഒഴിക്കും. അതിൻ്റെ കപ്പയുടെ വളർച്ച അനുസരിച്ചിരിക്കും. ഈ പവിത്ര എന്ന് പറഞ്ഞ കപ്പ 8 മാസം ആകുമ്പോൾ പറിക്കാം. 8 മാസം 8 മാസം മുതൽ പറിക്കാം. പക്ഷെ 12 മാസം ആയാലാണ് അതിന് നല്ല വിളവുള്ളൂ. ഇപ്പം വണ്ണാവൂല്ലേ? ഇപ്പം 12 മാസം കഴിഞ്ഞാൽ നമ്മളെ 12 മാസം കഴിഞ്ഞാൽ 12 മാസം കഴിഞ്ഞാലേ അന്നേരമാണ് അതുപോലെ വിളവ് കിട്ടുള്ളൂ. രുചിയും ഭയങ്കരമായിരിക്കും. ആവറേജ് ഒരു ചോടേന്ന് എത്ര കിലോ കിട്ടും? ആവറേജ് ഒരു ചോട് നമ്മൾ വാരം പാടിയാണെങ്കിൽ 6 കിലോ കൂടുതൽ കിട്ടില്ല. കൂനയാണെങ്കിൽ ഒരു 15 കിലോ വരെ ആവറേജ് 15 കിലോ വരെ കിട്ടുമല്ലേ? ആവറേജ് കിട്ടും. അവാർഡ് കിട്ടിയപ്പോൾ ചേട്ടന് പ്രതീക്ഷ ഈ ഒരു പ്രതീക്ഷ അല്ലായിരുന്നല്ലോ ഉണ്ടായിരുന്നേ? അല്ല, ഇതിലും വലിയ പ്രതീക്ഷയായിരുന്നു ഉണ്ടായിരുന്നല്ലേ? ചേട്ടന്റെ മുഖത്ത് നിലച്ച് കാണുന്നുണ്ട്. വലിയ പ്രതീക്ഷയായിരുന്നു. നമ്മളെ ഭയങ്കരമായിട്ട് സ്വീകരിക്കും, ഭയങ്കര ഇതൊക്കെ ഉണ്ടാവുമെന്നൊക്കെ ഓർത്തു. പക്ഷെ ഒന്നും ഉണ്ടായില്ല. അങ്ങനെ ഒരു സംഭവം പോലും ഉണ്ടായില്ല. എന്തോ ഒരു അതാണ്ട് എന്തോ അവരൊരു മുട്ടായി മേടിച്ചു വന്ന രീതിയിൽ മൊത്തത്തിൽ എല്ലാവരും കണ്ടോളൂ. കൂട്ടുകാരന്മാരെ കണ്ടില്ല, അവർ നല്ല രീതിയിൽ കണ്ടു. പിന്നെ എനിക്ക് സ്ഥലം തന്ന ചേട്ടന്മാർ ഏറ്റവും കൂടുതൽ പറയാനുള്ളത് കൊറ്റാഞ്ചേരിയിലെ കുര്യാക്കോസ് എന്ന ചേട്ടനാണ് ഈ സ്ഥലം തരികയും അവിടെ നിന്നാണ് ഞാൻ ഏറ്റവും കൂടുതൽ പൈസ സമ്പ്രദായം ഉണ്ടാകുകയും അവരാണ് ഒരു 16 വർഷത്തോളം എനിക്ക് സ്ഥലം തന്ന്. അവിടെ നിന്നാണ് എനിക്ക് ഏറ്റവും ഒരു ഉയർച്ച ഉണ്ടായത്. കൊറ്റാഞ്ചേരിയിലെ കുര്യാക്കോസ് എന്ന പേരിൽ കുഞ്ഞച്ചൻ എന്ന് വിളിക്കണേ. കുഞ്ഞച്ചൻ ചേട്ടൻ ഈ വീഡിയോ കാണുന്നുണ്ട്, ബിഗ് സല്യൂട്ട് കേട്ടോ. ഹാർഡ് ഫാർമർ പേർക്ക്. പിന്നെ ഇതിനെ സഹായിച്ച 2 വ്യക്തികളുണ്ട്, 2 കൂട്ടുകാരന്മാർ. അത് അവർ ഇപ്പോഴും നമ്മൾ എന്നെ ചങ്കോട് ചേർത്ത് വയ്ക്കണ 2 കൂട്ടുകാരന്മാരുണ്ട്. ഒന്ന് കുര്യാക്കോസ് ചിറ്റായത്ത്, ഒന്ന് കുര്യാക്കോസ് ചേട്ടാ. ബിഗ് സല്യൂട്ട്. ചിറ്റായത്ത് യാക്കോബേട്ടൻ. ചിറ്റായത്ത് യാക്കോബ് ചേട്ടാ, സന്തോഷം ചേട്ടാ. ഇങ്ങനെ തന്നെ ചങ്കായിട്ട് തന്നെ ഇനിയും വേണം ഈ ചേട്ടൻ്റെ കൂടെ, തോമസ് ചേട്ടൻ്റെ കൂടെ
ജാക്കോട്ടനാണ് അവിടെ ടൗണിൽ എന്ത് കാര്യമുണ്ടെങ്കിലും എനിക്ക് പൈസ സംബന്ധമായ കാര്യങ്ങളോ അല്ലെങ്കിൽ മറ്റുള്ള കാര്യങ്ങളോ നമുക്ക് എന്ത് കാര്യങ്ങളും കൂടെ ചേർത്ത് പിടിക്കാനായിട്ടല്ലേ ദിവസം പുള്ളിയുടെ പണി കഴിഞ്ഞിട്ടാണെങ്കിലും പുള്ളി ഓഫീസിലെ പണി കഴിഞ്ഞിട്ട് നിർത്തി വെച്ചിട്ടാണെങ്കിലും വേണ്ട അന്നത്തെ ദിവസം പണി വേണ്ടാന്ന് വെച്ചിട്ടാണെങ്കിലും പുള്ളി എൻ്റെ അവർ അതിൻ്റെ കൂടെ പോകുന്ന ആ കാര്യം നിറവേറ്റായിട്ട് കൊണ്ടുപോകും. ഈ അവാർഡ് കിട്ടുമ്പോഴാണെങ്കിലും എനിക്ക് ഡ്രസ്സ് എടുത്ത് തന്ന് എന്നെ യാത്ര അയക്കാനുള്ള രീതിയിലെല്ലാം റെഡിയാക്കി തന്ന് ജാക്കോട്ടനാണ് ചേട്ടായിട്ട്. യാക്കോബേട്ടാ ഒരിക്കൽ കൂടി ഒരു ബിഗ് സല്യൂട്ട്. ഒന്നും പറയാനില്ല കേട്ടോ, ഇങ്ങനെ തന്നെ വേണം. ചേട്ടനെ പോലെയുള്ള ആൾക്കാർ, ഇങ്ങനെ കരുത്തുറ്റ ചങ്കോട് ചേർത്ത് പിടിക്കുന്ന ആൾക്കാർ, അതാണ് ഈ നാടിൻ്റെ അഭിമാനം, ഈ അടിമാലിയുടെ അഭിമാനം. ഈ ഏരിയ എവിടെയാണ് ചേട്ടാ? ഈ കൃത്യ അഡ്രസ്സ് കാര്യങ്ങളൊന്നും പറയാമോ? ഇത് ചാറ്റുവാറ മൂകാംബികപ്പടി എന്ന് പറയും. മൂകാംബികപ്പടി അല്ലേ? ആവശ്യമായിട്ട് വന്നു കഴിഞ്ഞാൽ അവർക്ക് കൊടുക്കാനായിട്ട് കപ്പയുണ്ടോ ചേട്ടന്? കൊടുക്കാനുണ്ടാവും. കപ്പയുണ്ടല്ലേ? അപ്പോൾ ചേട്ടന് ഇനി അടുത്ത വർഷം വീണ്ടും വരും ഈ ചാനൽ. അപ്പോൾ അടുത്ത വർഷം വരുമ്പോൾ ഇത് കൃഷി വീണ്ടും വിപുലീകരിച്ച് ഒരു 10-20 ഏക്കറെങ്കിലും ചേട്ടന് കൃഷി ചെയ്യാൻ പറ്റട്ടെ എന്നുള്ളതാണ്. പിന്നെ ഈ വീഡിയോ കാണുന്ന നല്ലവരായ നമ്മുടെ സബ്സ്ക്രൈബേഴ്സും നമ്മുടെ ഫോളോവേഴ്സും നമ്മുടെ വ്യൂസും എല്ലാ ആൾക്കാരും എനിക്ക് പറയാനുള്ളൊരു കാര്യം, ചേട്ടന് നല്ലൊരു സപ്പോർട്ട്, നല്ലൊരു കമൻറ്റ് ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അതുപോലെ തന്നെ പഞ്ചായത്തിൻ്റെ ഭാഗത്തുനിന്ന് കിട്ടിയില്ലെങ്കിലും ഇതിനെല്ലാം നമ്മളൊരു തിരിച്ചടി, ഒരു മറുപടിയായിട്ട് ചേട്ടൻ നല്ലൊരു സപ്പോർട്ട് എല്ലാ ആൾക്കാരും കൊടുക്കണമെന്നാണ് ഞാൻ പറയുന്നത്, വിനീതമായിട്ട് ഞാൻ പറയുന്നത്. ചേട്ടൻ്റെ കുടുംബ കാര്യങ്ങളൊക്കെ ഒന്ന് പറയാമോ? വീട്ടിലെ ആൾക്കാരുടെ ഡീറ്റെയിൽ കാര്യങ്ങളൊന്ന് പറയാമോ? വീട്ടിലെ ഭാര്യ, 2 മക്കൾ, മൂത്തയാളെ കെട്ടിച്ചേക്കണ ചല്ലാണ്, ഇളയവളെ കെട്ടിച്ചേക്കണ കോട്ടമ്പടി നാഗഞ്ചേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഇളയാളെ കെട്ടിച്ചേക്കണേ. അവർക്ക് ഇളയാൾക്ക് 2 മക്കളും മൂത്തയാൾക്ക് 1 കൊച്ചും. ചേട്ടന് ഈ കൃഷിക്കായിട്ട് സ്ഥലം തന്നിട്ടുണ്ട്? 7 പേരോളം ഉണ്ട്. ചേട്ടന് സ്വന്തമായിട്ട് എത്ര ഏക്കർ സ്ഥലമുണ്ട്? സ്വന്തമായിട്ട് സ്ഥലം എന്ന് പറഞ്ഞാൽ ഇതും ഒരു തറവാട്ടിൽ നിന്ന് നിങ്ങളെ കുറച്ച് സ്ഥലമുള്ളല്ലേ ചേട്ടന്? ഈ ചെറിയ ഒരു ഈ കൃഷി ചേട്ടൻ്റെ ഈ സ്ഥലമായിട്ട് കണക്ട് ചെയ്തുകൊണ്ടാണ് ബാക്കിയുള്ള സ്ഥലങ്ങൾ നല്ലവരായ ആൾക്കാർ കൃഷി ചെയ്യാനായിട്ട് ചേട്ടനെ സപ്പോർട്ട് ചെയ്ത്. ചേട്ടനെ ഒരു കൃഷിക്കാരനായി ചേട്ടനെ ഉൾക്കൊണ്ടുകൊണ്ട് തന്നെ ചേട്ടനായിട്ട് സ്ഥലം വിട്ടു വന്ന് അല്ലേ, ബാക്കി സപ്പോർട്ടും, അതായത് മാനസികമായിട്ടുള്ള സപ്പോർട്ട് എടുത്ത് തന്നല്ലേ ചേട്ടാ? അതെ അതെ അതെ. ഇതെല്ലാം ഞാനിത് കിട്ടുവാന്നവരെല്ലാം വിളിച്ചു പറഞ്ഞപ്പോൾ ഭയങ്കര സന്തോഷം അവർക്ക്. കൊച്ചുകുടിയിലെ സാറാണ്. കൊച്ചുകുടിയിലെ സാറല്ലേ? സാറിൻ്റെ സ്ഥലമാണ് നമ്മൾ പോയൊക്കെ സ്ഥലം. അവിടെ സാറ് ഭയങ്കര സപ്പോർട്ട് എന്നെ കെട്ടിപ്പിടിച്ച് വെച്ച് കരയും, പുഴയുടെ കണ്ണീരി അടുവതെ അത്രയും സന്തോഷം ബേബി എന്നും പറഞ്ഞു. കൊച്ചുകുടി സാർ എവിടെ താമസിക്കുന്നത്? അവർ ഇതിൻ്റെ നേരെയാക്കനെയാണ് താമസിക്കുന്നത്. നേരെയാക്കനെ. കൊച്ചുകുടിയിലെ സാറ് ഈ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒരിക്കൽ കൂടി പറയുന്നു, ഒരു ബിഗ് സപ്പോർട്ട്, ബിഗ് സല്യൂട്ട്. പിന്നെ ഒത്തിരി പേരുണ്ട്. കൊറ്റാഞ്ചേരിയിലെ ബെന്നി എന്ന് പറഞ്ഞ ചേട്ടനുണ്ട്. കൊറ്റാഞ്ചേരി ബെന്നി ചേട്ടാ, ബിഗ് സല്യൂട്ട്. പിന്നെ മറ്റുള്ള ഒരു പേരൊക്കെ വിട്ടുപോകണം. അങ്ങനെ എനിക്കൊരു 7-8 പേരോളം ഇത് സ്ഥലത്തിൻ്റെ ഉടമസ്ഥകളുണ്ട്. അവരെല്ലാം ചേട്ടന് കൃഷിക്കാർക്കുള്ള അനുമോദനങ്ങൾ അതുപോലെ തന്നെ കൃഷിക്കാരെ മികച്ച കർഷകരുടെ അവാർഡ് കാര്യങ്ങളൊക്കെ അങ്ങനെ കിട്ടിയിട്ടുണ്ട് ചേട്ടന്? ഇല്ല, ഇതുവരെ കിട്ടിയിട്ടില്ല. അങ്ങനെ വേറെ ഒന്നും അങ്ങനെ ഒരു സംഭവം ഉണ്ടായിട്ടില്ല. അങ്ങനെ ഒരു പ്രോത്സാഹന കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ആദ്യമാണ് ജീവിതത്തിൽ ആദ്യമായിട്ട് കിട്ടുന്ന ഒരു അവാർഡാണ്. അതും ഗവർണറുടെ ഭാഗത്തു നിന്ന് മേടിക്കാൻ പറ്റിയെന്നുള്ള ഒരു ചാരിതാർത്ഥ്യം. അത് ദേശീയ അവാർഡാണ് കിട്ടിയത്. അത് വലിയ സന്തോഷമാണ്. സന്തോഷത്തിൻ്റെ ഇടയ്ക്ക് കുഴപ്പമോടെ ഉണ്ട് എന്നുള്ളൂ. എനിക്ക് ഈ വീഡിയോ കാണുന്ന നല്ലവരായിട്ടുള്ള പഞ്ചായത്ത് അംഗങ്ങളെ അതുപോലെ തന്നെ നല്ലവരായ ഗവൺമെൻറ് സ്ഥാനം അലങ്കരിക്കുന്ന ആൾക്കാർ നല്ലൊരു സപ്പോർട്ട് ഈ ചേട്ടന് കൊടുക്കണം കേട്ടോ. ഒരു കൃഷിക്കാരനാണ് ഈ ചേട്ടന്. ഇതുപോലെ കിടന്ന് കഷ്ടപ്പെട്ടില്ലെങ്കിൽ നമ്മളൊന്നും വീട്ടിൽ കപ്പ പുഴുങ്ങി കഴിക്കത്തില്ല. കാരണം മീൻ മാത്രം പോരാ, മീനിൻ്റെ കൂടെ കപ്പയോടെ നമ്മൾ പുഴുങ്ങി നമ്മുടെ പ്ലേറ്റിലാക്കി വെക്കണമെങ്കിൽ ഈ ചേട്ടനെ പോലെയുള്ള ആൾക്കാരുടെ സപ്പോർട്ടാണ്, ഈ ചേട്ടൻ്റെ അധ്വാനമാണ് അതിൻ്റെ പുറകിൽ. ഈ നാടിന് വേണ്ടി ചെയ്യുന്നൊരു സേവനമാണ്. അത് നമ്മൾ ചെറുതായിട്ട് കഷ്ടപ്പെടുന്നൊരു കഷ്ടപ്പാട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് വളരെ ചാരിതാർത്ഥ്യം അർഹിക്കുന്നതാണ്. വളരെ അധികം ക്ലേശങ്ങളിൽ കൂടെയാണ് കടന്നു പോകുന്നത്. അപ്പോൾ ചേട്ടൻ നല്ലൊരു പിന്തുണ, ഒരു കൃഷിക്കാരനെ ആഗ്രഹിക്കുന്നത് ഒരു നല്ല സപ്പോർട്ടാണ് അല്ലേ ചേട്ടാ? അതെ അതെ അതെ, അതാണ് ഏറ്റവും കൂടുതൽ വേണ്ടത്. നമ്മൾ പൈസേനേക്കാളും കൂടുതൽ വേണ്ട ഒരു സപ്പോർട്ടാണ്. ഒരു പിന്താങ്ങുക എന്ന് പറഞ്ഞ ഒരു വലിയ സംഭവം തന്നെയാണ്. ഗവർണർ എങ്ങനെയാ ചേട്ടനെ? ഗവർണർ നമ്മളെ കെട്ടിപ്പിടിച്ച് ഭയങ്കര സന്തോഷത്തോടുകൂടി എനിക്ക് തന്നത്. ഞാൻ ഇച്ചിരി അകന്ന് നിന്നു. കാരണം നമ്മളൊരു ഗവർണറാകുമ്പോൾ നിൽക്കേണ്ട ഒരു ഇതുണ്ടല്ലോ, എന്നെ അത് അങ്ങനെ ചേർന്ന് നിൽക്കുന്നു പറഞ്ഞ് ഇങ്ങനെ പിടിച്ചാണ് ഇത് എനിക്ക് തരികയുണ്ടായത്. വളരെ സന്തോഷമായി പോയി. മറ്റുള്ള സാറന്മാരെല്ലാം അന്നേരം ഒന്നിച്ച് കൂടി നിന്ന് എനിക്കിത് തന്നു. അങ്ങനെ ഒരു ആരിഫ് സാർ, ബിഗ് സല്യൂട്ട്.
ചേച്ചി കൃഷിയിലെ ചേട്ടനെ സഹായിക്കാറുണ്ടായിരുന്നോ? സഹായിക്കാറുണ്ടായിരുന്നു. ഇപ്പോൾ 2 കൊല്ലം അവർക്ക് കാല് സുഖമില്ല, മുട്ട് വേദനയാണ്. മറ്റേ അപ്പോൾ കാട് പറിക്കാതൊക്കെ പണിക്കാർ അന്നേരം 5-8 പെണ്ണുങ്ങളുണ്ടായിരുന്നു പണിക്കാൻ കൊണ്ടുപോയി. അവിടെ നിന്ന് പണിയിപ്പിക്കാനൊക്കെ കൊണ്ടുപോയിക്കൊണ്ടിരുന്നതും വീട്ടിൽ നിന്ന് കഞ്ഞിയും ചോറൊക്കെ വെച്ച് കൊണ്ടുവരാറുണ്ട്. വെച്ച് കൊണ്ടുവന്ന് പണിസ്ഥലത്ത് കൊണ്ട് തരികയും ചെയ്യാറുണ്ട്. ബാക്കി എല്ലാ കാര്യങ്ങളും പുള്ളിക്കാരത്തി ഒന്നിച്ചായിരുന്നു. അവർ പിള്ളേർ സ്കൂളിൽ പോയിട്ടിരിക്കുക, അവർ 3 മണിയാകുമ്പോൾ വരെ അവൾ പണിതിട്ട് കയറി പോകുമ്പോഴത്തേക്കും പിള്ളേർ വരുമായിരുന്നു. നമ്മുടെ ഈ കപ്പയൊക്കെ മൊത്തത്തിൽ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന സാധനങ്ങൾ മൊത്തത്തിൽ നമ്മുടെ ഈ അടിമാലി കൊണ്ട് തന്നെ വിറ്റഴിക്കാനായിട്ട് പറ്റുന്നുണ്ടല്ലോ. തൊടുപുഴയൊന്നും വിറ്റഴിച്ച് പോയില്ല. പല ഇത് ഏതൊക്കെ നമ്മൾ ഉൽപ്പാദിപ്പിക്കുന്ന കപ്പ ഏതൊക്കെ സ്ഥലത്തേക്കാണ് കയറി പോകുന്നത്? അത് കിഴക്ക് പ്രദേശങ്ങളാണ് കപ്പ കൂടുതൽ പോണേ. നാട്ടിലേക്ക് കപ്പ അവിടെ ഉണ്ടാവില്ല. കിഴക്കൻ പ്രദേശം എന്ന് പറയുമ്പോഴത്തേനും മൂന്നാർ, രാജക്കാട്, സാന്തമ്പാറ, കട്ടപ്പന, അങ്ങനെയൊക്കെയുള്ള സ്ഥലം, നെടുങ്കണ്ടം, അങ്ങനെയുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ കപ്പ അധികം കയറി പോകുന്നത്. നന്നായിട്ട് വേകുന്ന കപ്പകളല്ലേ? നല്ല ഇനം തന്നെയാണ്. അപ്പോൾ ഇത് ഈ കണ്ടിന്യൂ ആയിട്ട് എല്ലാ സമയങ്ങളിലും ചേട്ടൻ്റെ ഈ കപ്പയുണ്ടോ? ചേട്ടന് എല്ലാ സമയങ്ങളിലും കപ്പ കൃഷി ചെയ്യുന്നുണ്ടോ? കണ്ടിന്യൂ ആയിട്ട് എന്ന് കഴിഞ്ഞാൽ വർഷത്തിൽ 2 തവണയാണ് നമുക്ക് കപ്പ ഉണ്ടായിക്കൊണ്ടിരിക്കണമായിരുന്നു. ഒരു മഴക്കാലം തുടങ്ങുന്നതിനനുബന്ധിച്ചും മഴ തീരണേൻ്റെ അനുബന്ധിച്ചും നമുക്ക് കൃഷിയുണ്ട്. ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അങ്ങനെയാണ്. ഇപ്പോൾ നിലവിലുള്ളത് ഇപ്പം നടുന്ന ഇനം തന്നെയാണ് ഇനി കണ്ടിന്യൂ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അതെ, തീർച്ചയായിട്ടും ശ്രീപവിത്ര നല്ല രീതിയിൽ കൃഷി ചെയ്യണമെന്ന് നോക്കുന്നുണ്ട്. ഈ ശ്രീപവിത്രയല്ലേ അവർ തിരുവനന്തപുരത്ത് നിന്ന് എത്തിച്ചു തന്നെന്ന് പറഞ്ഞു. അത് കൂടുതൽ കൃഷി ചെയ്യാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എത്ര തണ്ട് അവർ തന്നു നടാനായിട്ട്? അന്നേരം നിസ്സാര തണ്ട തന്നുള്ളൂ. അതിൽ നിന്ന് പിന്നെ ചേട്ടൻ ഉൽപ്പാദിപ്പിച്ചു? അതിൽ നിന്ന് പിന്നെ 1 ഏക്കർ സ്ഥലത്ത് തൊട്ടു. അത് കഴിഞ്ഞ് അങ്ങനെ കൂടിയാണ് ചേട്ടൻ ആവശ്യമുള്ള തണ്ട് ഉൽപ്പാദിപ്പിച്ചതല്ലേ? അപ്പോൾ ഇനി കൃഷിയെ സംബന്ധിച്ച് എന്തെങ്കിലും ചോദ്യങ്ങൾ നമ്മുടെ സബ്സ്ക്രൈബർ ചോദിച്ചു കഴിഞ്ഞാൽ അവർക്ക് എല്ലാ സപ്പോർട്ടും കൃഷിയെ സംബന്ധിച്ച് എല്ലാ കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ ചേട്ടന് തയ്യാറാണ്. അപ്പോൾ എന്ത് വേണം അവർക്ക് ചോദിക്കാൻ ഞാൻ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുകയും നല്ല രീതിയിൽ ചെയ്യിച്ച് കൊണ്ടുപോകണം എന്നുള്ള താല്പര്യക്കാരനാണ് ഞാൻ. അത് തന്നെയാണ് ഈ കപ്പ കൃഷി, ഈ കപ്പ ശ്രീപവിത്ര മുന്നോട്ട് എല്ലാവരെയും കൊണ്ട് ചെയ്യിപ്പിക്കണമെന്ന് എനിക്ക് താല്പര്യമുണ്ട്. ചേട്ടാ, ഈ 6 ഏക്കർ സ്ഥലത്ത് മൊത്തം കൃഷി ഇറക്കിയപ്പോൾ എത്ര രൂപ മുടക്ക് വന്നു? ഏകദേശം ഒരു 9 ലക്ഷം രൂപ മുടക്ക് വരും. നമുക്ക് കൃഷി നഷ്ടത്തിലേക്ക് കലാശിക്കാറുണ്ടോ? 4 കൊല്ലമായിട്ട് കൃഷി നഷ്ടത്തിലാണ് പോകണം. അതെ അല്ലേ ചേട്ടാ? ഇതിനായിട്ട് ഗവൺമെന്റിനോട് എന്ത് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ നാട് ഭരിക്കുന്ന ആൾക്കാരോടായിട്ട് എന്ത് കാര്യങ്ങളാണ് ചേട്ടന് പറയാനുള്ളത്? തുറന്നു പറഞ്ഞു പറയുന്നത് കൃഷി നഷ്ടങ്ങളും വരുമ്പോൾ കൃഷിക്കാരനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടേണ്ടത്. സഹായം ഇതൊരു 20 രൂപ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെച്ചമല്ല. 20 രൂപ താഴെ പോയാൽ നഷ്ടമാണ്. കഴിഞ്ഞ 9 വർഷം 10 രൂപ താഴെയായിരുന്നു കപ്പല. ഞാൻ 5 രൂപ വരെയൊക്കെ ഇവരെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞ 9 വർഷം. അങ്ങനെ വരുമ്പോൾ ഒരു കൃഷിക്കാരനെ രക്ഷപ്പെടുത്തണം എങ്കിൽ സർക്കാർ ഉദ്ദേശം മാത്രമേ നടക്കുകയുള്ളൂ. അവന് അത് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയും അവനെ താങ്ങി നിർത്താനും ഈ ഗവൺമെൻറ്റിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിനെ കൊണ്ട് സാധിക്കില്ല. അപ്പം കൃഷിക്ക് ഒരു താങ്ങുവില ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതെ, കൃഷിക്ക് ഒരു നഷ്ടപരിഹാരം വരുമ്പോൾ അവന് ഒരു ഇത് കൊടുക്കുക. താങ്ങുവില ഒന്നും കപ്പ കൃഷിക്കൊന്നും താങ്ങുവില ഒന്നും നടക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. താങ്ങുവില കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അവന് ഒരു ഭയങ്കര പ്രോത്സാഹനം ആവുമല്ലോ. താങ്ങുവില വേണം. താങ്ങുവില ഇല്ലാത്ത കാരണമാണല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 45 വയസ്സിന് താഴേക്കുള്ള ചെറുപ്പക്കാർ പോലും ഒരു കപ്പ കൃഷിയായിട്ട് ആരെങ്കിലും ഉണ്ടോ? ഈ അടിമാലി ഏരിയയിലുണ്ടോ? അടിമാലി എന്നല്ല, മൊത്തത്തിലില്ല. ഇപ്പം ഒരു കേരളത്തിലില്ല. നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ആ കൃഷിയിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ? അതല്ലേ സത്യം. അപ്പോൾ ഒരു മതിപ്പ് വില കൊടുക്കുക. നമുക്ക് 20 രൂപ 20 രൂപയ്ക്ക് താഴെ നമുക്ക് വില കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്തം 20 രൂപ മുകളിൽ കിട്ടിയാലാണ് ഇതുള്ളൂ. 20 രൂപ താഴെ പോയ കൃഷി നഷ്ടമാണ്. അപ്പൊ അത് ഒരു സബ്സിഡി ആയിട്ട് ചേട്ടൻ അക്കൗണ്ടിലേക്ക് കിട്ടണം. അതെ, അതിന് കൃഷിക്ക് സബ്സിഡി സർക്കാർ കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരന്. മറ്റുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഒന്നും നമ്മൾ അന്വേഷിച്ച് പോകേണ്ട. അവിടെ ഉദ്യോഗസ്ഥന്മാർ പോയി അവരെ കൃഷിയിടങ്ങൾ കണ്ട് അവർക്ക് അതിന് വേണ്ട വിത്ത്, വളം, വെള്ളം എല്ലാം കൊടുക്കുകയും ഒരു 80% തമിഴ്നാട്ടിലൊക്കെ വേണമെങ്കിൽ ഒരു 80% സബ്സിഡി കൊടുക്കുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കർണാടകയിലും ഒക്കെ ഒരു 70-80% അവിടെയും സബ്സിഡി കൊടുക്കുന്നുണ്ട്. ചേട്ടന് JCB ഉപയോഗിച്ച് ചേട്ടന് പണിതിട്ട് ആ പണിക്കൂലി മൊത്തം ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ചിലവായേ? എന്തെങ്കിലും സബ്സിഡി ആയിട്ട് ചേട്ടൻ അത് കിട്ടിയത്? ഒന്നും കിട്ടാറില്ല. ഒന്നും കിട്ടിയിട്ടില്ല. കോഴിവളമാണെങ്കിലും ചേട്ടന് മേടിച്ചു, അതിന്റെ ആണ് വേറെ വളമൊന്നും കിട്ടിയില്ല. വേറെ വളമോ വേറെ സംഭവം അതായത് കപ്പയുടെ തണ്ട് മാത്രം കിട്ടിയല്ലേ? തണ്ട് മാത്രം കിട്ടി. ഇവര് കുറെ വളങ്ങളും മരുന്നുകളും ഇപ്പൊ 2-3 കൊല്ലമായിട്ട് തണ്ട്. ആരെ? ഇവര് നമ്മുടെ KVK അവരെ വളവും പിന്നെ അവര് തന്നെ ഒരു സ്പ്രേ ചെയ്യാനുള്ള വളവും അതൊക്കെ നമ്മൾക്ക് തരും. സൗജന്യമായിട്ട് തന്നെയാണോ? സൗജന്യമായിട്ട് തന്നെ. ഈ KVK എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഒന്ന് പറയാമോ? KVK സാന്തമ്പാറയാണ് എനിക്ക് ഹെഡ് ഓഫീസ്.
കേന്ദ്ര ഗവൺമെന്റ് എന്തെങ്കിലും സ്കീമാണ്? കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്കീമല്ലേ? അവിടെ നിന്നൊരു സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട്, തീർച്ചയായിട്ടും. എനിക്ക് 2 വർഷത്തിൽ കൂടുതലായ ഒരു സപ്പോർട്ട്. അതെല്ലേ? അവർ തരുന്ന എല്ലാ ഇതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. മികച്ചതാണ്. കപ്പത്തണ്ട് അവർ തന്നെയാണ് തന്നെ. അവര് ഇത് വാഴയിൽ പ്രയോഗിച്ച് ഞാനും കൂടെ കൂടി നിന്നാണ് ഇവര് എല്ലാവർക്കും കൊടുക്കാനും പിടിക്കാനൊക്കെ കൂടിയത്. വാഴയ്ക്ക് ഒരു 3 കിലോ ആവറേജ് തൂക്കം വ്യത്യാസമുണ്ട്. വാഴക്കൊലയില് 3 കിലോ വരെ തൂക്കം വ്യത്യാസമുണ്ട്. അവരുടെ മരുന്നല്ലാതെ ഒരു വളമാണ്. കൂട്ടുവളം അല്ലേ? വള അല്ല, ഇലയിൽ അടിച്ചു കൊടുക്കുകയാണ്. ഇലയിൽ അടിച്ചു കൊടുക്കുന്നത്? വളം ഇലയിൽ അടിച്ചു കൊടുക്കാന്ന് പറയും. വേനൽക്കാലത്ത് ഇത് ചോട്ടിലിടാൻ പറ്റില്ലല്ലോ. കപ്പയ്ക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാൻ പറ്റും? അതിനും മരുന്നുണ്ട്. അതെയോ? മരുന്നുണ്ട്, വളം. അതെയോ? ഈ വളം അത് ഒരേ കപ്പയ്ക്ക് ചെയ്യണ വേറെ, വാഴയ്ക്ക് ചെയ്യണ വേറെ, പാവലത്തിന് ചെയ്യണ വേറെ, കടല അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ വേറെ വേറെയാണ് അതിന്റെ ഈ വളത്തിന്റെ. അതെല്ലേ? അപ്പോൾ ഈ നട്ട സ്ഥലത്ത് വീണ്ടും കപ്പ നടാറുണ്ടോ? ഉണ്ട്. നട്ട സ്ഥലത്ത് തന്നെ വീണ്ടും ആ ഇനം തന്നെയാണ് നടുന്നത്? ഈ ഇനം അങ്ങോട്ടും കൂടുമ്പോൾ ചിലപ്പോൾ മാറുമായിരിക്കും. ഈ ഇനം തന്നെ അത് കൂടുതൽ സ്ഥലത്ത് ഇനം തന്നെ, ഈ ഇനം തന്നെ നട്ടുപോകണം. അതല്ലേ? കൂടുതലും രണ്ടാമത് പണി കുറവായിരിക്കും. അതെല്ലേ? ഇപ്പം ഒരാൾക്ക് പണിക്കൂലി ഇനത്തില് ഒരു എത്ര രൂപ മുടക്ക് വരുന്നുണ്ട് ചേട്ടാ? ഇപ്പൊ നമ്മളിവിടെ 8 മുതൽ 2:30 വരെയാണ് ഇവിടെ പണി സമയം. അതില് നമ്മളൊരു 600 രൂപ ആണ് കൊടുക്കണത്, കൂട്ടണമെന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുമ്പോൾ ഒരു ആവറേജ് വരുമ്പോൾ ഒരാൾ കൂടുമ്പോൾ നമുക്കൊരു 700-750 രൂപ ചെലവ് വരും. പിന്നീട് കൂടുതൽ നിൽക്കുവാണെങ്കിൽ വൈകുന്നേരം വരെ നിൽക്കുകയാണെങ്കിൽ അവർ 1000 രൂപ കൊടുക്കണം. വൈകിട്ട് വരെയുള്ള പണിയാണ് തുടർന്ന് പോകുന്നത്? വൈകിട്ട് വരെ അത് കുറെ ചെലവിൽ നിൽക്കും അല്ലേ? നിൽക്കില്ല. അപ്പൊ അങ്ങനെയുള്ളവർക്ക് ചെലവ് എല്ലാവരും കൂടിയിട്ട് 1000 രൂപ അടുത്ത് വരുന്നുണ്ടല്ലേ? 1000 രൂപ ചെലവില്ലാതെ കൊടുക്കുന്നുണ്ട്. അതെല്ലേ? അപ്പോൾ ഈ കപ്പയ്ക്ക് ഈ 6 ഏക്കർ സ്ഥലത്ത് ആളിന്റെ പണിയായിട്ട് എത്ര രൂപ മുടക്ക് വന്നിട്ടുണ്ട് ചേട്ടാ? ആളിന്റെ പണിയായിട്ട് നമ്മൾ അങ്ങനെ കണക്കൂട്ടുമ്പോ ഏകദേശം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു കണക്കൂട്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ 1 ഏക്കർ സ്ഥലത്തൊരു മനുഷ്യന്റെ പണിയായിട്ട് ഒരു 50 ആളുടെയും പണി വരും. അതല്ലേ? ഒന്നോടെ ചോദിക്കാതെ കാര്യം ചേട്ടാ, ഈ 1 ഏക്കർ സ്ഥലത്ത്, ഈ 6 ഏക്കർ സ്ഥലത്ത് മൊത്തത്തിൽ എത്ര ആളുടെ പണി വന്നിട്ടുണ്ട്? 1 ഏക്കർ സ്ഥലത്തായിട്ട് നമുക്ക് കണക്കൂട്ടാൻ പറ്റുള്ളൂ. അതിനൊരു 50 പേരെങ്കിലും ശരാശരി പണി വരും. 50 പേരുടെ? 50 വ്യക്തികളുടെയും പണി വരും 1 ഏക്കറിന്റെ അത്. നമ്മളോട് കൂടി ചെയ്യണോണ്ട് നമ്മൾ ആ കണക്കൂട്ടി പോണില്ല മാത്രം. അപ്പൊ 6 ഏക്കർ വരുമ്പോഴത്തേന് എന്താണെങ്കിലും ഒരു 300-400 പേരുടെ പണി വരും. ചേട്ടൻ ഉൾപ്പെടെ വരുവാണെങ്കിൽ 400 പേരുടെ പണി വരും അല്ലേ? പണി വരും. ചേട്ടാ, ഈ 6 ഏക്കർ സ്ഥലത്ത് മൊത്തം കൃഷി ഇറക്കിയപ്പോൾ എത്ര രൂപ മുടക്ക് വന്നു? ഏകദേശം ഒരു 9 ലക്ഷം രൂപ മുടക്ക് വരും. നമുക്ക് കൃഷി നഷ്ടത്തിലേ കലാശിക്കാറുണ്ടോ? 4 കൊല്ലമായിട്ട് കൃഷി നഷ്ടത്തിലാണ് പോകണം. അതെ അല്ലേ? ചേട്ടാ, ഇതിനായിട്ട് ഗവൺമെന്റിനോട് എന്ത് കാര്യങ്ങൾ, അതായത് നമ്മുടെ ഈ നാട് ഭരിക്കുന്ന ആൾക്കാരോടായിട്ട് എന്ത് കാര്യങ്ങളാണ് ചേട്ടന് പറയാനുള്ളത്? തുറന്നു പറയാൻ കൃഷി നഷ്ടങ്ങളും വരുമ്പോൾ കൃഷിക്കാരനെ സഹായിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സർക്കാരിൽ നിന്നാണ് നമുക്ക് ഏറ്റവും കൂടുതൽ സഹായം കിട്ടേണ്ടത്. സഹായം ഇതൊരു 20 രൂപ താഴെ പോയി കഴിഞ്ഞാൽ നമുക്ക് മെച്ചമല്ല. 20 രൂപ താഴെ പോയാൽ നഷ്ടമാണ്. കഴിഞ്ഞ 9 വർഷം 10 രൂപ താഴെയാണ് നമ്മുടെ പോരാ. ഞാൻ 5 രൂപയ്ക്കൊക്കെ വരെ കൊടുക്കേണ്ടി വന്നു കഴിഞ്ഞ 9 വർഷം. അങ്ങനെ വരുമ്പോൾ നമ്മൾ ഒരു കൃഷിക്കാരനെ രക്ഷപ്പെടുത്തണം എങ്കിൽ സർക്കാർ ഉദ്ദേശം മാത്രമേ നടക്കുള്ളൂ. അവന് അത് നഷ്ടപരിഹാരമായിട്ട് കൊടുക്കുകയും അവനെ താങ്ങി നിർത്താനും ഈ ഗവൺമെന്റിനെ കൊണ്ടേ സാധിക്കുകയുള്ളൂ. ഒരു വ്യക്തിനെ കൊണ്ട് സാധിക്കില്ല. അപ്പം കൃഷിക്ക് ഒരു താങ്ങുവില ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് കൃഷിയെ പിടിച്ചു വയ്ക്കാൻ പറ്റത്തുള്ളൂ. അതെ, കൃഷിക്ക് കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലത്. കാരണം അവനൊരു ഭയങ്കര പ്രോത്സാഹനമാവുമല്ലോ. താങ്ങുവില വേണം. താങ്ങുവില ഇല്ലാത്ത കാരണമാണല്ലോ ഇപ്പൊ എനിക്ക് തോന്നുന്നത് 45 വയസ്സിന് താഴേക്കുള്ള ചെറുപ്പക്കാർ പോലും ഒരു കപ്പ കൃഷിയായിട്ട് ആരെങ്കിലും ഉണ്ടോ ചേട്ടാ? ഈ അടിമാലി ഏരിയയിലുണ്ടോ? അടിമാലി എന്നല്ല, മൊത്തത്തിലില്ല. ഇപ്പം ഒരു കേരളത്തിലില്ല. നഷ്ടത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ആരും ആ കൃഷിയിലേക്ക് തിരിഞ്ഞു നോക്കിയാലോ? അതല്ലേ ചേട്ടാ സത്യം? അപ്പോൾ ഒരു മതിപ്പ് വില കൊടുക്കുക. നമുക്ക് 20 രൂപ 20 രൂപയ്ക്ക് താഴെ നമുക്ക് വില കിട്ടിയില്ലെങ്കിൽ അതിന്റെ ഉത്തരവാദിത്വം 20 മുകളിൽ കിട്ടിയാലാണ് ഇതുള്ളൂ. 20 രൂപ താഴെ പോയ കൃഷി നഷ്ടമാണ്. അപ്പൊ അത് ഒരു സബ്സിഡി ആയിട്ട് ചേട്ടൻ അക്കൗണ്ടിലേക്ക് കിട്ടണം. അതെ. അതിന് കൃഷിക്ക് സബ്സിഡി സർക്കാർ കൊടുക്കണമെന്നുള്ള അഭിപ്രായക്കാരന് മറ്റുള്ള സംസ്ഥാനങ്ങൾക്കെല്ലാം ഒന്ന് നമ്മൾ അന്വേഷിച്ച് പോകേണ്ട. അവിടെ ഉദ്യോഗസ്ഥന്മാർ പോയി അവരെ കൃഷിയിടങ്ങൾ കണ്ട് അവർക്ക് അതിന് വേണ്ട വിത്ത്, വളം, വെള്ളം എല്ലാം കൊടുക്കുകയും ഒരു 80% തമിഴ്നാട്ടിലൊക്കെ വേണമെങ്കിൽ ഒരു 80% സബ്സിഡി കൊടുക്കുന്നുണ്ട്. മറ്റുള്ള സംസ്ഥാനങ്ങളിൽ കർണാടകയിലും ഒക്കെ ഒരു 70-80% അവിടെയും സബ്സിഡി കൊടുക്കുന്നുണ്ട്. ചേട്ടന് JCB ഉപയോഗിച്ച് ചേട്ടന് പണിതിട്ട് ആ പണിക്കൂലി മൊത്തം ചേട്ടന്റെ കയ്യിൽ നിന്നാണ് ചിലവായേ? എന്തെങ്കിലും സബ്സിഡി ആയിട്ട് ചേട്ടൻ അത് കിട്ടിയത്? ഒന്നും കിട്ടാറില്ല. ഒന്നും കിട്ടിയിട്ടില്ല.
കോഴിവളമാണെങ്കിലും ചേട്ടന് മേടിച്ചു, അതിന്റെ ആണ് വേറെ വളമൊന്നും കിട്ടിയില്ല, വേറെ വളമോ വേറെ സംഭവം ഈ അതായത് കപ്പയുടെ തണ്ട് മാത്രം കിട്ടിയല്ലേ? അതെ അതെ, തണ്ട് മാത്രം കിട്ടി. ഇവര് കുറെ വളങ്ങളും മരുന്നുകളും ഇപ്പൊ 2-3 കൊല്ലമായിട്ട് തരുന്നുണ്ട്. ആരെ? ഇവര് നമ്മുടെ കെ വി കെ അവരെ വളവും പിന്നെ അവര് തന്നെ ഒരു സ്പ്രേ ചെയ്യാനുള്ള വളവും അതൊക്കെ നമ്മൾക്ക് തരും. സൗജന്യമായിട്ട് തന്നെയാണോ? സൗജന്യമായിട്ട് തന്നെ. ഈ കെ വി കെ എന്ന് പറഞ്ഞാൽ ഡീറ്റെയിൽ ഒന്ന് പറയാവോ? കെ വി കെ ശാന്തമ്പാറയാണ് കേട്ടോ ഓഫീസ്. കേന്ദ്ര ഗവൺമെന്റ് സ്കീമാണ്. കേന്ദ്ര ഗവൺമെന്റിന്റെ സ്കീം തന്നെയാണ്. കേന്ദ്ര ഗവൺമെന്റ് സ്കീമല്ലേ? അവിടുന്ന് ഒരു സപ്പോർട്ട് ഉണ്ടല്ലേ? സപ്പോർട്ട് ഉണ്ട് തീർച്ചയായിട്ടും. എനിക്ക് 2 വർഷത്തിൽ കൂടുതലായ ഒരു സപ്പോർട്ട്. അതെല്ലേ? അവർ തരുന്ന എല്ലാ ഇതും ഞാൻ ഉപയോഗിക്കാറുണ്ട്. മികച്ചതാണ്. കപ്പത്തണ്ട് അവർ തന്നെയാണ് തന്നെ. അവര് ഇത് വാഴയിൽ പ്രയോഗിച്ച് ഞാനും കൂടെ കൂടിയെന്നാണ് ഇവര് എല്ലാവർക്കും കൊടുക്കാനും പിടിക്കാനും കൂടിയത്. വാഴയ്ക്ക് ഒരു 3 കിലോ ഒരു ആവറേജ് തൂക്കം വ്യത്യാസമുണ്ട്. വാഴക്കൊലയില് 3 കിലോ വരെ തൂക്കം വ്യത്യാസമുണ്ട്. അവരുടെ മരുന്നല്ലാതെ ഒരു വളമാണ്. കൂട്ടുവളം അല്ലേ? വള അല്ല, ഇലയിൽ അടിച്ചു കൊടുക്കുന്നത്. ഇലയിൽ അടിച്ചു കൊടുക്കുന്നത്. വളം ഇലയിൽ അടിച്ചു കൊടുക്കാൻ പറയും. വേനൽക്കാലത്ത് ഇത് ചുവട്ടിലിടാൻ പറ്റില്ലല്ലോ. കപ്പയ്ക്ക് ഇലയിൽ അടിച്ചു കൊടുക്കാൻ പറ്റും. അതിനും മരുന്നുണ്ട്. അതെയോ? മരുന്ന്. ചേട്ടാ ഇതാണല്ലോ അവാർഡ്. അവാർഡ് ഗവർണറുടെ അവാർഡ് അല്ലേ? ഏറ്റവും ഈ ഒരു കൃഷിക്കാരന് കിട്ടേണ്ട ഏറ്റവും വലിയ ജീവിതത്തിൽ കിട്ടേണ്ട ഒരു അംഗീകാരം ഇതാണ്. ബിഗ് സല്യൂട്ട് ചേട്ടാ. ചേട്ടന്റെ നമ്പർ കാര്യങ്ങളൊക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുവേ. ആയിക്കോട്ടെ. അപ്പോൾ സുഹൃത്തുക്കളെ, വീഡിയോ വൈൻഡപ്പ് ചെയ്യുകയാണ്. ഇനി പുതിയ വീഡിയോ ആയിട്ട് മറ്റൊരു വീഡിയോയിൽ നമ്മൾ കാണാം. അപ്പോൾ ഇവിടെ വന്ന് സ്വന്തം ഒരു അനിയനെ പോലെ തന്ന സന്തോഷങ്ങൾക്കൊക്കെ തന്ന സ്നേഹങ്ങൾക്കൊക്കെ ഒരുപാട് നന്ദി ചേട്ടാ. ഉച്ച മുതലേ ചേട്ടൻ്റെ ഒപ്പം ഉണ്ടായിരുന്നു, ചേട്ടൻ്റെ കൃഷിസ്ഥലത്തുണ്ടായിരുന്നു. ചേട്ടൻ്റെ സുഹൃത്തുക്കളെ എല്ലാം എനിക്ക് പരിചയപ്പെടുത്തി. ചേട്ടനുമായിട്ട് നല്ലൊരു ബന്ധം, ഒരു ആത്മബന്ധം എനിക്ക് നേരം കൊണ്ട് സാധിക്കാൻ പറ്റിയിട്ടുണ്ട്. ഒത്തിരി സന്തോഷം ചേട്ടാ. ഓക്കെ, എല്ലാവർക്കും നന്ദി, നമസ്കാരം.